welcome back to my YouTube channel. എന്തൊക്കെയുണ്ട് ഗൈസ്, സുഖമായിട്ടിരിക്കുന്നു? യെസ് ഗൈസ്, നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ അറൗണ്ട് 2-3 മന്ത്സ് ആയിട്ടുണ്ട്. നമ്മുടെ 2025 ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇന്നൊരു സൺഡേ, അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒരു നോർമൽ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്, നമ്മൾ ലോങ് വീഡിയോസ് ചെയ്തിട്ട് കുറേ നാളായി. നമ്മുടെ യൂട്യൂബ് ഫാമിന് എൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷ കാണില്ലേ? അതേപോലെ ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിയെ കണ്ടിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇന്നിപ്പം ലേറ്റ് ആക്കണ്ട, ഇന്ന് എന്തൊക്കെ വന്നാലും നമുക്ക് ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വളരെ ഭയങ്കര കാമായിട്ടുള്ളൊരു ഡേ ആണ്. ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ എങ്ങനെ പോകുന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നോക്കാം ഇന്നത്തെ എൻ്റെ ഡേ എങ്ങനെ പോകും എന്ന്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷം എല്ലാവർക്കും നന്നായി വരട്ടെ, നല്ലതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നൊരു സൺഡേ എങ്ങനെ പോകും നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് ഞാൻ ഉറങ്ങി എഴുന്നേറ്റുള്ള എൻ്റെ ബെഡ്. നിറച്ചും പില്ലോസ് ആയിരിക്കും, കാരണം എനിക്ക് ഉറങ്ങുമ്പം എപ്പോഴും ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കിടന്നിട്ട് എൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ എനിക്ക് പില്ലോസ് വേണം. എന്തായാലും നമുക്ക് ഈ ബെഡൊന്ന് സെറ്റ് ചെയ്യാം. നല്ല ജാനായിട്ട് എന്ത് ചൂട് ക്ലൈമറ്റാണെന്നറിയോ? ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ മാർച്ചൊക്കെ ആകുമ്പോൾ എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക, എപ്പോഴേ വെള്ളം കുടിച്ച് തുടങ്ങുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. എൻ്റെ കൂടെ എനിക്ക് ഇപ്പം തോന്നുന്നു 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ ബോട്ടിൽ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നല്ലതാണ്. നമുക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ടൈമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫോളോ ചെയ്ത് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഇത് 2 ലിറ്റർ ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട 2 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്, പിന്നെ എത്രയോ ഉണ്ട് ഓർക്കുന്നില്ല, 5 ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടിലിൽ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഞാൻ അത്രയും ഉദ്ദേശിച്ചുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ചിക്കൻ ബ്രസ്റ്റാണ്, സ്ട്രോബെറി ആണ്. ഞാൻ ഇപ്പോൾ കുറച്ച് നാളെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു 2 മന്ത്സ് ആയെന്ന് തോന്നുന്നു. 2 മന്ത്സ് ആയിട്ട് ഞാനിപ്പോൾ കണ്ടിന്യൂസ് രാവിലെ എഗ്ഗ് കഴിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പിന്നെ ഇത് ചിക്കൻ ബ്രസ്റ്റ് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ബട്ടറിൽ എല്ലാം ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂട്ടത്തിൽ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് എഗ്ഗ് കഴിക്കുമ്പോൾ. കാരണം നമ്മൾ 2-3 എഗ്ഗൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇറിറ്റേഷൻ വരുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ എഗ്ഗിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എഗ്ഗ് വേണമെങ്കിൽ ഇൻടേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബനാന കഴിക്കാറുണ്ട്, പക്ഷേ ബനാന ഞാൻ വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കുന്നത് സ്ട്രോബെറിയാണ്. ചില ദിവസം ഓറഞ്ച് ആയിരിക്കും, സ്ട്രോബെറി തന്നെ കാണണമെന്നില്ല, ഓറഞ്ച് ആയിരിക്കും, ചില ദിവസം ആപ്പിൾ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ സ്ട്രോബെറി സീസൺ ആയതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ അടിപൊളി ഫ്രഷ് സ്ട്രോബെറീസൊക്കെ കാണും. അപ്പോൾ എനിക്ക് സ്ട്രോബെറിയുടെ സ്മൂത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രോബെറിയൊക്കെ വാങ്ങിയിട്ട് ഫ്രോസൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് എടുത്തിട്ട് നല്ല സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി നല്ല ക്രീമി സ്മൂത്തി കിട്ടും. അടിപൊളിയായിരിക്കും കേട്ടോ ഫ്രോസൺ ചെയ്ത സ്ട്രോബെറി വെച്ചിട്ട് സ്മൂത്തിയൊക്കെ അടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ.
ഗൈസ്, ഞാൻ ഫുഡ് നോക്കുകയാണ് സൊമാറ്റോയിൽ. ആക്ച്വലി ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. സൺഡേ ഞാൻ ആക്ച്വലി സൊമാറ്റോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതേ ഞാൻ സൊമാറ്റോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്ത് കഴിക്കണമെന്ന് അറിയത്തില്ല, ആകെ കൺഫ്യൂഷൻ. അപ്പോൾ അതിനിടയിൽ സൊമാറ്റോ ഓപ്പൺ ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത് Jan 26 റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഗൈസ്, ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ ഇന്ന് സൊമാറ്റോയിൽ കയറിയപ്പോൾ ഓഫ് ഉണ്ട്. എല്ലാം കൊണ്ട് ഇത് നല്ല ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യട്ടെന്ന്. സത്യം പറഞ്ഞാൽ ഓപ്ഷൻസ് കൂടുമ്പോൾ ആകെ കൺഫ്യൂഷനാണ്, എന്ത് കഴിക്കണം എന്ന്. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തിട്ട് കാണാം. ഓക്കെ. 1 hour later. നൂഡിൽസ് ആണ് ഗൈസ് ഫൈനലി ഞാൻ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തത്. ഗൈസ്, കറണ്ട് പോയി. അവസാനം ഞാൻ പുറത്തിറങ്ങേണ്ട അവസ്ഥയായി. ഇപ്പം ഞാൻ ഇവിടെ ബാൽക്കണിയിൽ വന്നിരുന്നു ഫുഡ് കഴിക്കാനോ. ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് മരങ്ങളും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം കാക്കകളും എല്ലാം ഉണ്ട്. അവരെ കണ്ടുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ. ഗൈസ്, അങ്ങനെ കറണ്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 o'clock ആയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്കിത് പടത്തിന് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പടം ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മൂവിക്ക് പോകുന്നുണ്ട്. അപ്പോൾ 9:30ക്കാണ് ഷോ. ഫോറമോളിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 7 ഒക്കെ ആകുമ്പം ഇറങ്ങാമെന്ന് വിചാരിച്ച്. കാരണം എനിക്കാണെങ്കിൽ നമുക്ക് പാലാരിവട്ടം ഹണി കേക്ക് എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇത് ടേക്ക് അവേ ആണ് ചെയ്തത്. സോ ഈ തവണ എനിക്ക് അവിടെ പോയിട്ട് ഫുഡൊന്ന് കഴിച്ചാൽ കൊള്ളാം. നല്ല നല്ല കേക്ക്സൊക്കെ അവിടെ അവൈലബിൾ ആണ്, പേസ്ട്രീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇന്നൊന്ന് പോവാം, ഇന്ന് പോയി ഒന്ന് കഴിക്കാം. ആക്ച്വലി അവിടെ അടിപൊളി ക്രൗഡാണ്. അതായത് ഇന്നലെ ഞാൻ ജസ്റ്റ് പുറത്ത് പോയിട്ട് വന്നപ്പോഴും ഇതുപോലെ ഭയങ്കര ക്രൗഡാണ് അവിടെ. അപ്പോൾ ഇന്ന് നോക്കട്ടെ, പോകാൻ നല്ല ആഗ്രഹമുണ്ട്. ക്രൗഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കയറും, ഓവർ ക്രൗഡഡ് ആണെങ്കിൽ ഞാൻ കയറില്ല. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറമിൽ പോയി ഫുഡ് അടിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഞാനിപ്പം കറണ്ട് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ചോക്ക് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിത് ബബിൾ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി മിനിസോയിൽ നിന്ന് വാങ്ങിയതാണ്. മേടിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി. ഞാൻ ആക്ച്വലി മിനിസോയിൽ നിന്ന് കുറേ പ്രൊഡക്റ്റ് വാങ്ങിയായിരുന്നു കേട്ടോ. സ്കിൻ കെയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ വാങ്ങി. സത്യം പറയാമല്ലോ, എനിക്ക് എന്നോട് തന്നെ അത്രയ്ക്ക് കുറ്റബോധവും ദേഷ്യവും എല്ലാം. കാരണം ഞാൻ വിചാരിച്ചില്ല മിനിസോയിലും സ്കിൻ കെയറൊക്കെ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് അത് പ്രൊഡക്റ്റ് അങ്ങോട്ട് മിനിസോയിൽ ഞാൻ മേടിച്ചു, കുറേ സാധനം മേടിച്ചപ്പോൾ ഞാൻ ഓക്കെ മിനിസോയിലെ സ്കിൻ കെയറിനെ കുറച്ച് ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത ഒട്ടുമിക്ക പ്രൊഡക്ട്സ് ഒന്നും അങ്ങോട്ട് എനിക്ക് അതിന് മേടിച്ചതിൽ എനിക്ക് അതിനകത്ത് നല്ല ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നെനിക്ക് തോന്നി. എന്തായാലും ഇത് ഞാൻ മിനിസോയിൽ നിന്ന് മേടിച്ചൊരു ബബിൾ ഷീറ്റ് മാസ്കാണ്. ഞാൻ ഇത് ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. സോ നമുക്കിത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബബിൾ ഷീറ്റ് മാസ്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിത് പൊട്ടിച്ച് യൂസ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഫേസ് വാഷ് ചെയ്തായിരുന്നു. ഇതെന്താണ് ഇത്? ഈ കളർ കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യത്തില്ലേ, ഏരിയലിലെ ലിക്വിഡൊക്കെ അതേപോലെ ഫീൽ ചെയ്യുന്നു ഗൈസ്. ഓ ഭയങ്കര പത ഇതിനകത്ത്. നോക്കാം. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ട്രൈ.
അത് പതഞ്ഞ് ഇറങ്ങുന്നു. എനിക്കറിയില്ല ആക്ച്വലി, ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങനാണോ ബബിൾ മാസ്ക് എന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു ഷീറ്റ് മാസ്ക്. സീരിയസ്ലി മനസ്സിലാവുന്നില്ല ഗൈസ്. ആക്ച്വലി ബബിൾ ഷീറ്റ് മാസ്ക് ഇങ്ങനെയാണോ എന്തോ എനിക്കറിയത്തില്ല. സീരിയസ്ലി വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര മൊത്തം പത ഇങ്ങനെ ഇറക്കി വരുന്നുണ്ടോ? എന്താ സംഭവം? ഇത് 15 മിനിറ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് 15 മിനിറ്റ് വെക്കാൻ പറ്റത്തില്ല. ഞാൻ റിമൂവ് ചെയ്യാം, കാരണം വായിലും കണ്ണിനകത്ത് പോകാൻ പാടില്ലെന്ന് ഓൾറെഡി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ണിൻ്റെ സൈഡിലും അതേപോലെ വായിലൊക്കെ പോവാണ്. സോ ഞാൻ പോയി റിമൂവ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, ഹലോ ഗൈസ്, അങ്ങനെ ഒരു നീണ്ട കറണ്ട് പോക്കിന് ശേഷം ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. കറണ്ട് പോയ സമയത്ത് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു. പിന്നെ കുളിച്ചിറങ്ങിയപ്പോഴത്തേക്ക് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മേക്കപ്പൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമുക്കൊരു 7 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങണം. ഗൈസ്, നേരത്തെ നിങ്ങൾ കണ്ടില്ല ഞാനൊരു ഷീറ്റ് മാസ്ക് ഇട്ടത്. സീരിയസ്ലി ഗൈസ്, എനിക്കത് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിപ്പോയി. എനിക്ക് അതിന് ശേഷം വ്ലോഗ് എടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ നല്ല പതയൊക്കെ വന്നിട്ട് മൂക്കിനകത്തോട്ട് കയറുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ തുമ്മി ഒരു വഴിയായി. പിന്നെ എൻ്റെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു ആ മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം. ഈവൻ ഞാൻ എന്തായാലും ഇനി ഒരിക്കലും മിനിസോയിൽ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യില്ല. ഹലോ മൈ ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ ഫോറമിൽ PVRൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ 9 മണിയായിട്ടുള്ളൂ. 9:30ക്കാണ് ഷോ. നേരത്തെ എത്തി. ഞങ്ങൾ ഹണി കേക്ക് പോയിട്ട് നല്ല ഒരു പാസ്തയും അതിന് കൂടെ സ്ട്രോബെറി ഷേക്കും കുടിച്ചും ഗൈസ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. ഹലോ ഗൈസ്, അങ്ങനെ മൂവിയൊക്കെ കണ്ടു. നമ്മളിപ്പോൾ ഇന്നത്തെ മൂവി ഡൊമിനിക് ആയിരുന്നു. അടിപൊളി മൂവിയായിരുന്നു ഗൈസ്. അടിപൊളിയാണ്, മസ്റ്റ് വാച്ചാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീക്കെൻഡ് കഴിഞ്ഞു ഗൈസ്. ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേ നോക്കി നമ്മൾ നേരത്തെ വന്ന ഫോറമോളല്ല, ആളും അനക്കൊന്നുമില്ല. ഇപ്പം സമയം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഫ്ലാറ്റിൽ പോകാം. ഓക്കെ, guys, love you all.